അശ്വന്ത് ഗോകൊക്കെ നാശിപ്പിച്ച കളയും സിനിമ. ഞാൻ ഒരാളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് മോശം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തും, അത് ഉറപ്പാണ്. 1 മണിക്ക് വന്നപ്പോൾ നമ്മളൊരു പ്രതീക്ഷയോടുകൂടി ഒരു സിനിമയ്ക്ക് പറഞ്ഞു കാണിക്കണ്ടേ. ഞാൻ പറയട്ടെ, ഗോട്ട് സിനിമയുടെ ആ ജോണറിൽപ്പെട്ട സിനിമ അല്ലേ ഞാൻ പറയട്ടെ. ഞാൻ സത്യസന്ധമായി തന്നെ ഞാൻ പറയാം, സത്യസന്ധമായി തന്നെ ഞാൻ പറയാം. കാരണം ഗോട്ട് പോലൊരു ജോണറിൽപ്പെട്ട സിനിമയല്ല ഇത്. ഇതൊരു ബാഹുബലി പോലുള്ള ഒരു ഭയങ്കര ഇമ്പാക്ട് കൊടുത്ത് ഒരാൾ സംസാരിക്കട്ടെ, അത്രയും വലിയ ഇമ്പാക്ട് കൊടുത്ത് വന്ന ഒരു സിനിമയാണ്. അതിന് വലിയൊരു ഫ്രെയിം സെറ്റ് ചെയ്തു. ആദ്യം ശിവ സാറ് ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് 7 ക്രൗഡിനെ വെച്ചിട്ട് ഈ സിനിമ എങ്ങനെ വിജയിക്കും. സൂര്യ തൂറി അഭിനയിക്കുകയാണ്, കാരണം തൂറി മെഴുകാണ്. കാരണം ബാക്കിയുള്ള കൂട്ടത്തിരിക്കുന്ന എല്ലാം പൊട്ടന്മാർ, ബാക്കിയുള്ള കൂട്ടത്തിലുള്ള എല്ലാം പൊട്ടന്മാർ. കാരണം ഒരു ബോബിഡിയോളെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അയാളാണെന്നുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്നത് എന്താണെന്ന് പോലെ അയാൾക്ക് തന്നെ മനസ്സിലാവില്ല. അതുപോലെ താപര്യം. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നത് കാർത്തിയുടെ ഒരു സാധനം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ദൈവത്തിനാണ് ഞാൻ പറയുന്നത്. ഈ പടത്തിൽ നഷ്ടം വന്നാലും സെക്കൻഡ് പാർട്ടെങ്കിലും അതൊന്ന് ഹിറ്റായിട്ട് ആ കാശ് പ്രൊഡ്യൂസർക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനോട് ഞാൻ മാപ്പ് പറയുകയാണ്. ഞാൻ ഒരിക്കലും ഒരു സിനിമയ്ക്ക് മോശം അഭിപ്രായം പറഞ്ഞ് എനിക്ക് അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ലാത്ത ആളാണ്. പക്ഷേ ഇത് സഖിയിട്ടിട്ട് പറയുന്നത്. കാരണം ഞാൻ ആരാധകരെ കൂടെ ഇരുന്ന സിനിമ കണ്ട ആളാണ്. നോക്കിയപ്പോൾ ആരാധകർ കുറേ ആയപ്പം എഴുന്നേറ്റ് പോയി. കുറച്ച് ഞാൻ നോക്കി ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ടിരിക്കും. കുറച്ച് പേര് അവിടെ നിന്ന് കട്ട തെറി പറയുകയാണ്. എന്നിട്ട് ആരാധകർക്ക് മിണ്ടില്ല. ഞാൻ നിൽക്കണം പതിയെ എന്നിട്ട് അടുത്തിരിക്കുന്ന എന്നെ നോക്കണം. എത്ര അണ്ണന്മാരിന്ന് ഉറങ്ങായിരുന്നു. സത്യം ഞാൻ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞത് മോശമാണ്. ഈ സിനിമ ഞാൻ പറഞ്ഞത് കൊണ്ട് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വനിതാ തിയേറ്ററിലെന്നല്ല, ഇനി എൻ്റെ വാ തുറന്ന് ഞാനൊരു റിവ്യൂ പറയില്ല. ഞാൻ നിർത്തും. ആര് ആ പുള്ളി എന്താ മണ്ടത്തരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അംഗീകരിക്കാൻ പറ്റുമോ? കാരണം ആ പുള്ളിക്ക് പറഞ്ഞത് വേറൊന്നും അല്ലായിരിക്കും. ആ പുള്ളിയുടെ ഒരു മാനസിക ഒരു അവസ്ഥ കൊണ്ട് പറഞ്ഞതായിരിക്കും. പേടിച്ചിട്ടായിരിക്കും പറഞ്ഞത്. ഞാൻ പേടിച്ചിട്ട് പറയുന്ന ആളാണ്. കാരണം എനിക്ക് ആ ഒരാളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് മോശം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തും, അത് ഉറപ്പാണ്. പക്ഷേ ഒറ്റ യൂട്യൂബർമാർ പോലും ഇതിനൊരു നല്ലൊരു കമൻസ് പറയില്ല. കാരണം ഈ പറഞ്ഞ അശ്വന്ത് ഗോക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ റിവ്യൂ വരുമ്പോൾ കണ്ടോ, അശ്വന്ത് ഗോക്കൊക്കെ നാശിപ്പിച്ച കളയും സിനിമ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാരൊന്ന് സിനിമ കണ്ട് വിജയിപ്പിക്കുന്നതായിരിക്കും. അശ്വന്ത് ഗോകിൻ്റെ കൈ കിട്ടുന്നതിന് മുമ്പ് ഈ സിനിമ കുറച്ചെങ്കിലും കാശ് കിട്ടുമെങ്കിൽ മെച്ചമായിരിക്കും. അല്ലെങ്കിൽ ആ പുള്ളി നശിപ്പിക്കും ഈ സിനിമ. അത് ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടിപ്പം തുടങ്ങി കാണും. വെടിവെപ്പ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും. പാവം നശിപ്പിക്കുക പുള്ളി. അത് മാത്രമല്ല, ഇതിന്റെ മേക്കപ്പ് നിങ്ങൾ നോക്കണം. ആർട്ട് വർക്ക് കരിങ്കല്ലിൽ ചവിട്ടുമ്പോൾ കരിങ്കല്ലിൽ ഇരുന്ന് അനങ്ങുന്നില്ല. അത് മാത്രം മേക്കപ്പ് കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് ഒലിച്ചു പോകും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാം ഇവിടുന്ന് അകത്തേക്ക് വൈറ്റ് കളറും ഇവിടെ എല്ലാം കറുത്ത കളർ. എവിടെ നിങ്ങൾ സിനിമ കണ്ടോ? നിങ്ങൾ ചാനലുകാർ കണ്ടില്ല? നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കണ്ടല്ലേ സിനിമ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യസന്ധമായി എന്നെ പോലൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? നിങ്ങൾ ആരും പറയില്ല. കാരണം 3D തന്നെ അല്ല, പിന്നെ 2D ആവില്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ സത്യസന്ധമായി ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ വന്നിട്ട് നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശിവ സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. വിശ്വാസമൊക്കെ നമ്മൾ കണ്ടല്ലേ, അത്രയും നല്ല സിനിമകൾ ചെയ്ത ആളാണ്. ഈ കഥയും അത് മാത്രമല്ല, മറ്റേ സന്തോഷ് ഗോഡിൻ്റെ കണക്ക് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം മൊത്തം പുള്ളിയെ ഏറ്റെടുത്തിട്ട് ഈ പടം വന്ന് ചെയ്തു. അതോടുകൂടി ആ പുള്ളിയുടെ നിലവാരം പോയി. പിന്നെ സൂര്യ, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ, ഒരു ഡയറക്ടറിന് കിട്ടുക തന്നെ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ലോട്ടറിയാണ് സൂര്യയുടെ ഒരു ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പുള്ളിയെ കൊണ്ട് മാക്സിമം നമ്മൾ നല്ലൊരു സിനിമ ചെയ്യണോ വേണ്ടേ? നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറഞ്ഞാൽ മതി. സൂര്യ എനിക്കിഷ്ടമാണ്, വിജയ് ഇഷ്ടമാണ്, രജനീകാന്തിന് ഇഷ്ടമാണ്, കമലഹാസന് ഇഷ്ടമാണ്, മമ്മൂട്ടി ഇഷ്ടം, മോഹൻലാലിനെ ഇഷ്ടം, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ മോശം സിനിമ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇവർ ഇത്രയും വലിയ സിനിമ ചെയ്തത് കൊണ്ടാണ്. സൂര്യയുടെ ഏത് പടമാണ് മോശമായിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ അല്ലേ? പക്ഷേ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ആരും പറയില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ആരാധകൻ വന്നിട്ട് ഞാൻ പറഞ്ഞതിന് ഒരു അക്ഷരം മിണ്ടിയായിരുന്നു ചോദിച്ചോ? മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു ആരാധകർ ഇപ്പം എന്നെ തല്ലിക്കൊന്നു. പക്ഷെ അവരാരും മിണ്ടില്ല സുഹൃത്തെ. കാരണം അവർ സഖി ഇട്ടിട്ട് ഞാൻ തൊട്ടടുത്ത് കേട്ടോണ്ടിരിക്കുകയാണ്. തെറി എന്ന് പറയുന്നത്.